അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓർ ടൈപ്സ് ഓഫ് ബജറ്റാണ്. മൂന്നായിട്ടാണ് നമ്മൾ ബജറ്റിനെ ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ടൈം, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫ്ലെക്സിബിലിറ്റി, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഫങ്ഷൻ. അപ്പോൾ ഓൺ ദ ബേസിസ് ഓഫ് പീരിയഡ് ഓർ ടൈം, budget can be classified into three: long term budget, short term budget and current budget. On the basis of flexibility, budget can be classified into two: fixed budget and flexible budget. On the basis of function, we can classify it into two: functional budget and master budget. Functional budget again classified into two: operating budget and finance. On the basis of time, budgets can be of following three types. First one, long term budget. This budget is related to the planning operation of an organization for a period of 5 to 10 years. The long term budget may be adversely affected due to the unpredictable factors. Therefore, from a control point of view, the long term budget should be supplemented by short term budgets. അപ്പോൾ നമ്മൾ ലോങ് ടേം ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഒരു 5 years to 10 yearsന് വേണ്ടിയിട്ടുണ്ടാക്കുന്ന ബഡ്ജറ്റുകളെയാണ് നമ്മൾ ലോങ് ടേം ബഡ്ജറ്റുകൾ എന്ന് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ലോങ് ടേം ബഡ്ജറ്റിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്രയധികം ഡ്യൂറേഷൻ ഉള്ളതുകൊണ്ട്, ഇത്രയധികം നീണ്ട പീരീഡിലോട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും അതിൻ്റെ ഇടയിൽ സംഭവിക്കാനിടയുണ്ട്. അതുകൊണ്ട് നമുക്ക് ഈ ഷോർട്ട് ടേം ലോങ് ടേം ബഡ്ജറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഷോർട്ട് ടേം ബഡ്ജറ്റ്സുകൾ അതിൻ്റെ ഇടയിൽ ഉണ്ടാക്കേണ്ടി വരും. ലോങ് ടേം ബഡ്ജറ്റിന് എക്സാമ്പിൾസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ബഡ്ജറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബഡ്ജറ്റ് എക്സെട്ര ലോങ് ടേം ബഡ്ജറ്റിന് എക്സാമ്പിളാണ്. ഇപ്പോൾ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചേഴ്സൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ലോങ് പീരീഡിലോട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ ബഡ്ജറ്റുകളെയാണ് നമ്മൾ ലോങ് ടേം ബഡ്ജറ്റുകളെന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഷോർട്ട് ടേം ബഡ്ജറ്റ്. This budget is drawn usually for 1 year. Sometimes a budget may be prepared for a shorter period like monthly budget, quarterly budget, etc. അപ്പോൾ ഷോർട്ട് ടൈം ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മളൊരു 1 yearലോട്ട് ഉണ്ടാക്കുന്ന ബഡ്ജറ്റുകളെയാണ്, 1 yearനുള്ളിലോട്ട് ഉണ്ടാക്കുന്ന ബഡ്ജറ്റുകളെയാണ് നമ്മൾ ഷോർട്ട് ടൈം ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഷോർട്ട് പീരീഡിലോട്ടായിരിക്കും നമ്മൾ ഈ ബഡ്ജറ്റ്സ് ഉണ്ടാക്കുക. 1 year മാത്രമല്ല, മന്ത്ലി ബഡ്ജറ്റ് ഉണ്ടാക്കും, ക്വാർട്ടർലി ബഡ്ജറ്റ് ഉണ്ടാക്കാം, അല്ലെങ്കിൽ അങ്ങനത്തെ ബഡ്ജറ്റുകളെ നമുക്ക് ഷോർട്ട് ടൈം ബഡ്ജറ്റുകൾ എന്ന് പറയാം. ദെൻ ഷോർട്ട് ടൈം ബഡ്ജറ്റ്സ് ആർ പ്രിപ്പയർഡ് ഇൻ ഡീറ്റെയിൽ ആൻഡ് these budgets help to exercise control over day-to-day operations. അപ്പോൾ ഷോർട്ട് ടൈം ബഡ്ജറ്റ് നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും ഉണ്ടാക്കുന്നുണ്ടാവുക. അപ്പോൾ നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഷോർട്ട് ടൈം ബഡ്ജറ്റുകളായിരിക്കും. ഷോർട്ട് ടൈം ബഡ്ജറ്റിന് എക്സാമ്പിൾ മെറ്റീരിയൽ കൺസംഷൻ ബഡ്ജറ്റ്, ലേബർ യൂട്ടിലൈസേഷൻ ബഡ്ജറ്റ്, ക്യാഷ് ബഡ്ജറ്റ് എക്സെട്ര ഇതിനൊക്കെ എക്സാമ്പിളാണ്. ക്യാഷ് ബഡ്ജറ്റുകൾ, മെറ്റീരിയൽ കൺസംഷൻ ബഡ്ജറ്റ്, ലേബർ യൂട്ടിലൈസേഷൻ ബഡ്ജറ്റൊക്കെ ഷോർട്ട് ടൈം ബഡ്ജറ്റുകൾക്ക് നല്ലൊരു എക്സാമ്പിളാണ്. Third one, current budget. A budget that is established for use over a short period and is related to the current condition is called the current budget. നമ്മളൊരു ഷോർട്ട് പീരിയഡിലോട്ട് ഉപയോഗിക്കാൻ വേണ്ടി കറണ്ട് കണ്ടീഷൻസ് വെച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ബഡ്ജറ്റുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, കറണ്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ദിസ് ബഡ്ജറ്റ് ഈസ് അഡ്ജസ്റ്റഡ് ടു ദ കറണ്ട് കണ്ടീഷൻസ് പ്രിവൈലിംഗ് ഇൻ ദ ബിസിനസ്. ബിസിനസ്സിലെ കറണ്ട് കണ്ടീഷൻസ് പ്രിവൈൽ ചെയ്യുന്ന കണ്ടീഷൻ ഏതാണോ അതിനനുസരിച്ചായിരിക്കും ഈ ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്കറിയാം ബഡ്ജറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഫ്യൂച്ചറിലോട്ട് വേണ്ടിയിട്ട് ഫ്യൂച്ചറിനെ ഫോർകാസ്റ്റ് ചെയ്തിട്ട് ഇപ്പോഴേ തയ്യാറാക്കി വെക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. പക്ഷേ കറണ്ട് ബഡ്ജറ്റ് എന്താണ്, അപ്പോൾ ഏത് കണ്ടീഷനാണോ ഉള്ളത് അപ്പോഴത്തെ ടൈമിലേക്ക് മാത്രം നമ്മൾ ഉണ്ടാക്കുന്ന ബഡ്ജറ്റിനെയാണ് കറണ്ട് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. മേ ബി 1 monthലേക്കൊക്കെ ആയിരിക്കും നമ്മളൊരു കറണ്ട് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. On the basis of flexibility, budgets are classified into following two types: flexible budget and fixed budget. First one, flexible budget. Flexible budget is a dynamic budget. CIMA defined flexible budget as a budget designed to change accordance with the level of activity actually attained. Flexible budget എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ബഡ്ജറ്റിനെയാണ് നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അതായത് കമ്പനിയിലെ ലെവൽ ഓഫ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ഇപ്പോൾ പ്രൊഡക്ഷനൊക്കെ പോലുള്ള അതിനനുസരിച്ച് എന്ത് ചെയ്യും, ബഡ്ജറ്റിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ഇറ്റ് ഷോസ് എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്സ് അറ്റ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഓരോ ലെവൽ ഓഫ് ഔട്ട്പുട്ടിലും എത്ര കോസ്റ്റ് ആവും എത്ര പ്രോഫിറ്റ് ആവും ഉള്ള എസ്റ്റിമേറ്റ് ഇത് കാണിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് വേരിയബിൾ ഓർ സ്ലൈഡിങ് സ്കെയിൽ ബഡ്ജറ്റ്. അപ്പോൾ വേരിയബിൾ ബഡ്ജറ്റ് അല്ലെങ്കിൽ സ്ലൈഡിങ് സ്കെയിൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാലും എന്താണ്, ഫ്ലെക്സിബിൾ ബഡ്ജറ്റാണ്. അപ്പോൾ ഇത് ഭയങ്കര ഡൈനാമിക് ആയിരിക്കും. ഈ ബഡ്ജറ്റ് എപ്പോഴും സ്കെയിൽ ഓഫ് ആക്ടിവിറ്റീസിനനുസരിച്ച് ചേഞ്ച് ചെയ്തുകൊണ്ട്
Next one, fixed budget. Fixed budget is a budget which is remain unchanged irrespective of the level of activity attained. നമ്മുടെ ലെവൽ ഓഫ് ആക്ടിവിറ്റി ചേഞ്ച് ചെയ്താലും ഇല്ലെങ്കിലും എന്ത് ചെയ്യില്ല, ഫിക്സഡ് ബഡ്ജറ്റിൽ എന്തുണ്ടാവില്ല, ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല. ഇറ്റ് ഡസൻറ്റ് ചേഞ്ച് വിത്ത് ദ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി. നമ്മൾ ലെവൽ ഓഫ് ആക്ടിവിറ്റിയിൽ മാറ്റം ഉണ്ടാവുന്നതിനനുസരിച്ച് നമ്മൾ ഒരിക്കലും ഈ ബഡ്ജറ്റ് ചേഞ്ച് ചെയ്യില്ല. ദിസ് ബഡ്ജറ്റ് മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഫിക്സഡ് എക്സ്പെൻസസ്. നമ്മൾ ഫിക്സഡ് എക്സ്പെൻസസിന് മാത്രമാണ് ബഡ്ജറ്റ് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ബഡ്ജറ്റുകൾക്കായിരിക്കും ഫിക്സഡ് ബഡ്ജറ്റ് എപ്പോഴും സ്യൂട്ടബിൾ ആയിട്ടുണ്ടാവുക. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്റ്റാറ്റിക് ബഡ്ജറ്റ്. ഫിക്സഡ് ബഡ്ജറ്റ് ഓൾസോ നോൺ ആസ് സ്റ്റാറ്റിക് ബഡ്ജറ്റ്. നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ആൻഡ് ഫ്ലെക്സിബിൾ ബഡ്ജറ്റ്. ഫിക്സഡ് ബഡ്ജറ്റും ഫ്ലെക്സിബിൾ ബഡ്ജറ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഫിക്സഡ് ബഡ്ജറ്റ് ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ബിസിനസ് കണ്ടീഷൻസ് ഡു നോട്ട് ചേഞ്ച്. നമ്മൾ ഫിക്സഡ് ബഡ്ജറ്റ് എപ്പോഴും ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, ബിസിനസ് കണ്ടീഷൻസിൽ ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, അത് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ ഫിക്സഡ് ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ബേസ്ഡ് ഓൺ ദ അസംഷൻ ദാറ്റ് ബിസിനസ് കണ്ടീഷൻസ് ചേഞ്ച്. ബിസിനസ് കണ്ടീഷൻസ് എപ്പോഴും ചേഞ്ച് ആകുമെന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, കമ്പാരിസൺ ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ബഡ്ജറ്റ് കോസ്റ്റ് ഈസ് നോട്ട് പോസിബിൾ. നമുക്ക് ഫിക്സഡ് ബഡ്ജറ്റിൽ ആക്ച്വലും ബഡ്ജറ്റഡും തമ്മിൽ നമുക്ക് കോസ്റ്റിൽ തമ്മിലുള്ള കമ്പാരിസൺ നമുക്ക് പോസിബിൾ ആയിരിക്കില്ല. ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ കമ്പാരിസൺ ബിറ്റ്വീൻ ആക്ച്വൽ ആൻഡ് ബഡ്ജറ്റഡ് കോസ്റ്റ് ഈസ് പോസിബിൾ. നേരെ തിരിച്ച് ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ നമുക്ക് ആക്ച്വലും ബഡ്ജറ്റഡും തമ്മിലുള്ള കമ്പാരിസൺ പോസിബിൾ ആയിരിക്കും. തേർഡ് വൺ, കോസ്റ്റ് ആർ നോട്ട് ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു വേരിയബിലിറ്റി. ഫിക്സഡ് ബഡ്ജറ്റിൽ നമ്മൾ കോസ്റ്റുകൾ വേരിയബിലിറ്റിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നില്ല, ക്ലാസിഫൈ ചെയ്യുന്നില്ല. പക്ഷേ ഫ്ലെക്സിബിൾ ബഡ്ജറ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, കോസ്റ്റ് ആർ ക്ലാസിഫൈഡ് അക്കോർഡിംഗ് ടു വേരിയബിലിറ്റി. നമ്മൾ ഈ കോസ്റ്റ് ആർ അനലൈസ്ഡ് അക്കോർഡിംഗ് ടു ദ ബിഹേവിയർ സച്ച് എസ് ഫിക്സഡ് ആൻഡ് വേരിയബിൾ. ഫിക്സഡ് ആണോ വേരിയബിൾ ആണോ എന്ന് നോക്കിയിട്ടാണ് നമ്മൾ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. ദെൻ ഫോർത്ത് വൺ, പ്രിപ്പയർഡ് ഫോർ എ സ്പെസിഫിക് ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഒരു സ്പെസിഫിക് ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുന്നത്, ഫിക്സഡ് ബഡ്ജറ്റ് ഉണ്ടാക്കുന്നത്. ഫിക്സഡ് ബഡ്ജറ്റ് എപ്പോഴും റിമെയിൻ ആയിരിക്കും ഇറസ്പെക്റ്റീവ് ഓഫ് ദ ലെവൽ ഓഫ് ആക്ടിവിറ്റി അറ്റൈൻഡ്. നമ്മൾ ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് ഒരിക്കലും ഫിക്സഡ് ബഡ്ജറ്റ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, ചേഞ്ച് ചെയ്യുന്നുണ്ടാവില്ല. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് പ്രിപ്പയർഡ് ഫോർ എ ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ആക്ടിവിറ്റി. ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് എന്ത് ചെയ്യും, ലെവൽ ഓഫ് ആക്ടിവിറ്റിക്ക് അനുസരിച്ച് എന്തായി മാറും, ചേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കും. അടുത്തത് ലാസ്റ്റ് വൺ, നോട്ട് യൂസ്ഫുൾ ഫോർ കൺട്രോൾ, പ്രൈസ് ഫിക്സേഷൻ എക്സെട്ര. ഫിക്സഡ് ബഡ്ജറ്റ് വെച്ചിട്ട് നമുക്ക് ഒരിക്കലും കോസ്റ്റൊക്കെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഒരു പ്രൈസ് ഫിക്സ് ചെയ്യാനോ ഒന്നും പറ്റില്ല. പക്ഷേ ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് യൂസ്ഫുൾ ഫോർ കോസ്റ്റ് കൺട്രോൾ ആൻഡ് പ്രൈസിങ് ഡിസിഷൻ. നമുക്ക് പ്രൈസ് ഡിസിഷൻ ചെയ്യാനും കോസ്റ്റൊക്കെ കൺട്രോൾ ചെയ്യാനും ഫ്ലെക്സിബിൾ ബഡ്ജറ്റ് ഉപയോഗിച്ച് സാധിക്കും. Next one, on the basis of function, budgets can be following two types of functional budgets and master budget. First one, functional budgets. Functional budgets are those which are prepared by heads of functional departments for their respective departments. Functional budget is one which relate to the functions of a business. ഇപ്പോൾ ബിസിനസ്സിലെ ഓരോ ഫങ്ഷൻസിനും അനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന ബഡ്ജറ്റുകളെയാണ് നമ്മൾ ഫങ്ഷണൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഓരോ ഫങ്ഷൻസിനനുസരിച്ച് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബഡ്ജറ്റുകളെയാണ് ഫങ്ഷണൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, സെയിൽസ് ബഡ്ജറ്റ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, കോസ്റ്റ് ബഡ്ജറ്റ്, മെറ്റീരിയൽ ബഡ്ജറ്റ് എക്സെട്ര. ഫങ്ഷണൽ ബഡ്ജറ്റ്സ് ആർ സബ്സിഡിയറി ടു ദ മാസ്റ്റർ ബഡ്ജറ്റ്. മാസ്റ്റർ ബഡ്ജറ്റിൻ്റെ സബ്ബായിട്ടാണ് ഈ ഫങ്ഷണൽ ബഡ്ജറ്റ്സ് വരുന്നുണ്ടാവുക. ഫങ്ഷണൽ ബഡ്ജറ്റ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ ബഡ്ജറ്റ്സ്. ഫങ്ഷണൽ ബഡ്ജറ്റ്സിനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സ് എന്നും ഫിനാൻഷ്യൽ ബഡ്ജറ്റ്. Next one, operating budgets. Operating budgets are those budgets which are related to the different activities or operations of a firm. ഫേമിലെ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസിന് അല്ലെങ്കിൽ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ബഡ്ജറ്റുകളെയാണ് ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സ് എന്ന് പറയുന്നത്. ദീസ് ആർ കൺസേൺഡ് വിത്ത് ദ റവന്യൂസ് ആൻഡ് എക്സ്പെൻസസ് അറൈസിങ് ഔട്ട് ഓഫ് ദ ഓപ്പറേഷൻ ഓഫ് ദ ഫേം സച്ച് ആസ് സെയിൽസ്, പർച്ചേസ്, പ്രൊഡക്ഷൻ എക്സെട്ര. അപ്പോൾ നമ്മൾ ഓരോ ഓപ്പറേഷൻസ്, ഇപ്പോൾ സെയിൽസ്, പർച്ചേസ്, പ്രൊഡക്ഷൻ അങ്ങനത്തെ ഓരോ ഓപ്പറേഷൻസും ചെയ്യുമ്പോൾ അതിനെത്ര റവന്യൂ വന്നു, അതിനെത്ര എക്സ്പെൻസസ് വന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ബഡ്ജറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഓപ്പറേറ്റിംഗ് ബഡ്ജറ്റ്സിന് എക്സാമ്പിൾ സെയിൽസ് ബഡ്ജറ്റ്സ്, പർച്ചേസ് ബഡ്ജറ്റ്സ്, ലേബർ ബഡ്ജറ്റ്സ്, പ്രൊഡക്ഷൻ ഓവർഹെഡ് ബഡ്ജറ്റ്സ്.
ഫങ്ഷണൽ ബജറ്റിൻ്റെ മറ്റൊരു ക്ലാസിഫിക്കേഷനാണ് ഫിനാൻഷ്യൽ ബജറ്റ്സ് എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ ബജറ്റ്സ് ആർ ദോസ് വിച്ച് ഇൻകോർപ്പറേറ്റ് ഫിനാൻഷ്യൽ ഡിസിഷൻ ഓഫ് ആൻ ഓർഗനൈസേഷൻ. ദേ ഷോസ് ഇൻ ദ ഡീറ്റെയിൽസ് ദ ഇൻഫ്ലോസ് ആൻഡ് ഔട്ട്ഫ്ലോസ് ഓഫ് എ ക്യാഷ് ആൻഡ് ദ ഓവറോൾ ഫിനാൻഷ്യൽ പൊസിഷൻ. ഫേമിൻ്റെ ഒരു ഓവറോൾ ഫിനാൻഷ്യൽ പൊസിഷൻ കാണിക്കുകയും ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയൊക്കെ കാണിക്കും, ഫിനാൻഷ്യൽ ഡിസിഷൻ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്ന ബജറ്റുകളെയാണ് നമ്മൾ ഫിനാൻഷ്യൽ ബജറ്റുകൾ എന്ന് പറയുന്നത്. ക്യാഷ് ബജറ്റ്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബജറ്റ്, വർക്കിംഗ് ക്യാപിറ്റൽ ബജറ്റ്, ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ബജറ്റൊക്കെ ഫിനാൻഷ്യൽ ബജറ്റിനൊരു എക്സാമ്പിളാണ്. ലാസ്റ്റ് വൺ ആണ് മാസ്റ്റർ ബജറ്റ്സ്. ദ മാനേജർ ഓഫ് വേരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് പ്രിപ്പയർ ദ ബജറ്റ്സ് ആൻഡ് സബ്മിറ്റ് ദം ടു ബജറ്റ് കമ്മിറ്റി. അപ്പോൾ മാനേജേഴ്സ് എന്ത് ചെയ്യും, ഡിപ്പാർട്ട്മെൻറ്റ് വൈസോ അല്ലെങ്കിൽ ഫംഗ്ഷൻ വൈസോ ക്രിയേറ്റ് ചെയ്തേക്കുന്ന ബജറ്റുകൾ എന്ത് ചെയ്യും, ബജറ്റ് കമ്മിറ്റിക്ക് സബ്മിറ്റ് ചെയ്യും. ദ കമ്മിറ്റി വിൽ മേക്ക് നെസസറി അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻകോർപ്പറേറ്റ് ഓൾ ഫംഗ്ഷണൽ ബജറ്റ്സ്. അപ്പോൾ കമ്മിറ്റി അത് ചെക്ക് ചെയ്തിട്ട് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സോ കാര്യങ്ങളോ എന്തെങ്കിലും വേണമെങ്കിൽ അത് ചെയ്ത് വെക്കും. ദെൻ ഇറ്റ് പ്രിപ്പയർ മാസ്റ്റർ ബജറ്റ്. പിന്നീട് അത് മാസ്റ്റർ ബജറ്റ് ആക്കാനായിട്ട് കൊടുക്കും. മാസ്റ്റർ ബജറ്റ് ഈസ് ദ സമ്മറി ഓഫ് ഓൾ ഫങ്ഷണൽ ബജറ്റ്സ്. നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ഫങ്ഷൻ വൈസ്, ഇപ്പോൾ സെയിൽസിൻ്റെ ബജറ്റായിരിക്കാം, പ്രൊഡക്ഷൻ്റെ ബജറ്റായിരിക്കാം, അല്ലെങ്കിൽ റോ മെറ്റീരിയലിൻ്റെ ബജറ്റായിരിക്കാം, അല്ലെങ്കിൽ ക്യാഷ് ബഡ്ജറ്റ് ആയിരിക്കാം, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബജറ്റ് ആയിരിക്കാം. അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ഓരോ ഫങ്ഷൻസിന് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ബജറ്റുകളെ നമ്മൾ എന്ത് ചെയ്യും, ഒരൊറ്റ ബജറ്റാക്കി മാറ്റും. അതിനെ നമ്മൾ പറയുന്ന പേരാണ് മാസ്റ്റർ ബജറ്റ്. അപ്പോൾ ഓരോ ഫങ്ഷണൽ ബജറ്റിൻ്റെയും ടോട്ടൽ സമ്മറി ആയിരിക്കും മാസ്റ്റർ ബജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ടൈപ്സ് ഓഫ് ബജറ്റ്സ് എന്ന് പറയുന്ന ടോപ്പിക്ക്.